കുന്നംകുമരത്ത് ശ്രീധരൻ നായർ. അവിടുന്ന് എത്ര പേരുണ്ടാവും? അവിടുന്ന് 4 പേരുണ്ടാവും. ഇതിപ്പോ കല്യാണം നടത്തണേനേക്കാ പാടാണ് കേട്ടാ കല്യാണം വിളി. നമ്മൾ എത്ര ഓർത്ത് ലിസ്റ്റ് ഇട്ടാലും ആരെങ്കിലും ഒരാളെ വിട്ടുപോകും. അത് നമ്മുടെ ബന്ധുവായിരിക്കും. പിന്നെ ഇവിടെ വന്ന് വഴക്കും വെക്കാണായിരിക്കും. എന്ന് വിചാരിച്ചപ്പോ കല്യാണം നടത്താതിരിക്കാൻ പറ്റുമോ? അല്ല, അത് പറ്റില്ല. നീ അതൊന്നും പറയാതെ ഇപ്പൊ തെറ്റും. ഇപ്പൊ ആ വഴി അവിടുന്ന് ഇങ്ങനെ പോന്നാല് നമസ്കാരം. നമസ്കാരം നമസ്കാരം നമസ്കാരം. അല്ല, നിനക്ക് ആളെ മനസ്സിലായില്ലേ? എന്താ നമ്മുടെ കല്യാണത്തിന് ഫോട്ടോ എടുത്ത ആളാ? അതെ, അന്നൊന്നും ഒരുപോലെ തന്നെ. അല്ല, ഇതിപ്പോ എന്താ 3 റുപ്യക്ക് ടൈ കിട്ടുമല്ലോ. നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റൂലേ. എന്തൊക്കെയാണ് വിശേഷം? കുഴപ്പമില്ല, അങ്ങനെ പോണു. പിന്നെ മോന്റെ കല്യാണന്നൊരു വിവരം കിട്ടി. ലിസ്റ്റ് ഇട്ടോണ്ടിരിക്കാണ്. അപ്പൊ സത്യട്ടാ, കല്യാണത്തിന്റെ ഫോട്ടോ ഒക്കെ എടുക്കണത് ഞാൻ തന്നെയാണല്ലോ അല്ലേ? ഫോട്ടോ അതെടുക്കാലോ. അതാണ്. അപ്പൊ അച്ഛന്റെ കല്യാണത്തിന്റെ ഫോട്ടോ എടുത്തതും മോന്റെ കല്യാണത്തിന്റെ ഫോട്ടോ എടുത്തതും ഒരേ ഫോട്ടോഗ്രാഫർ. അതൊക്കെ ഒരു പുതുമയാണല്ലോ. അതൊരു പുതുമയാ. അല്ല, മോനോടൊന്ന് ചോദിക്കണ്ടേ? മോനോട് ഇപ്പൊ എന്താണ് ചോദിക്കണേ? അല്ല അവൻ ശരിയാ. ഇനിയിപ്പോ അവൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും, അതും അറിയില്ല. നിങ്ങൾ അവസാനം സ്റ്റുഡിയോയിൽ വന്നതെന്ന് ഓർമ്മയുണ്ടോ? പെൻഷന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അതന്നെ 2 കൊല്ലായി. 2 കൊല്ലായി. എന്താ മനസ്സിലായോ? ഇത് മറ്റേ അമ്പിളി സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫർ. നമ്മളിപ്പോഴേ ഈ കല്യാണത്തിന്റെ ഫോട്ടോ എടുക്കണല്ലോ. അതിപ്പോ മൊയ്തൂനോട് ഏൽപ്പിച്ചാലോ? ഏത് ക്യാമറ ഉപയോഗിക്കണ? D90 ഡിജിറ്റല്. D90 അച്ഛ അതൊക്കെ ജാമ്പവാന്റെ കാലത്തുള്ള ക്യാമറ. ഈ ചത്ത ആളുകളുടെ ഒക്കെ ഫോട്ടോ കൊടുക്കുന്നത് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഈ അടുത്ത് 2-3 കല്യാണം എടുത്തുള്ള ക്യാമറ ഉണ്ട്. കല്യാണമൊക്കെ എടുക്ക. ജിബ് ഉണ്ടാ? ആര്? ജിബ്. ജിബ് എന്ന് പറഞ്ഞാൽ ഈ കറുത്തൊരു പോസ്റ്റ് പോലെ വന്നിട്ട് ക്യാമറ കെട്ടിയിട്ടിട്ട് ഇങ്ങനെ എല്ലാവരും പകർത്തൂലേ ഫുഡൊക്കെ കഴിക്കണോടത്തൊക്കെ. ഹെലിക്യാമ. എന്താണ് ഹെലിക്യാമും ജിമ്പലൊക്കെ ഉണ്ടാ? അച്ഛങ്ങനെ പറന്ന് നടന്നിട്ടൊക്കെ ഷൂട്ട് ചെയ്യൂലേ? ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഞാൻ അറിയുന്ന ചെക്കന്മാരുടെ കയ്യിലുണ്ട്. നമുക്ക് 2 എടുത്താൽ മതി. അതൊന്നും ശരിയാവൂല അച്ഛാ. ഇപ്പൊ നമ്മുടെ പുതിയ മറ്റേ സ്റ്റുഡിയോ ഉണ്ടല്ലോ മന്മദ്, അവിടെ ഒരു പാക്കേജ് ഉണ്ട്. അവര് വന്ന് എല്ലാം ചെയ്തു തന്നോ. എല്ലാം സ്വന്തമായിട്ടുണ്ട് അവർക്ക്. ഞാനാണെങ്കിൽ കിങ്ങുവിനോട് പറഞ്ഞും പോയി. കിങ്ങിനോട് അവളോട് പറഞ്ഞു പോയെന്ന്. പിന്നെ സത്യട്ടാ, പിന്നെ അങ്ങനെ നടക്കട്ടെ. പുതിയ ചെക്കന്മാരൊക്കെ ഓരോ താല്പര്യങ്ങളല്ലേ. അപ്പൊ കല്യാണം വിളിക്കും, നേരത്തെ അങ്ങോട്ട് വരണം. പിന്നെ മോൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്ക്. എന്നാലല്ലേ ചെറുപ്പക്കാരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റൂ. വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല അച്ഛാ. അതൊക്കെ ഉപയോഗിക്കാനും കൂടി അറിയണ്ടേ ഈ ഫോണൊക്കെ. എന്നാ പിന്നെ സത്യട്ടാ ഞാൻ ആയിക്കോട്ടെ. ശരി. ആ ലിസ്റ്റിന്നേ മൊയ്തൂന്റെ പേരോട് വിട്ടിക്കോ. അവനിപ്പോ കല്യാണത്തിന് ക്ഷണിച്ചാലും വരും തോന്നുന്നില്ല. അച്ഛന് വല്ല കാര്യമുണ്ട് ആവശ്യമില്ലാത്ത വാക്കൊക്കെ കൊടുക്കാൻ? അയാളുടെ അടുത്ത് ആ താടിയും മുടിയും മാത്രമേ ഉള്ളൂ, വേണ്ട സാധനമൊന്നുമില്ല. പുള്ളി പറഞ്ഞ ക്യാമറ ഇല്ലേ, അത് വല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോ പശുവിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കണ ക്യാമറയാണത്. അല്ലാതെ കല്യാണമൊന്നും എടുക്കാൻ പറ്റൂല. നീ ഇത് എഴുതിക്കാ. നീ ആവശ്യമില്ലാത്ത ഇപ്പൊ എല്ലാത്തിനും തന്നെ ഇഷ്ടായില്ലേ, പിന്നെന്താ? എന്താ ചെയ്യണത്? അതിന്റെ ഫോക്കസ് ഒന്ന് മാർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ ഫോക്കസ് മാർക്ക് ചെയ്യണത് ഓട്ടോയിലാണ്. ഓട്ടോ ഫോക്കസ് ആണത്. അതൊക്കെ ആയിക്കോളും കേട്ടോ. നോക്കണേ, ശരി വേണം. സ്റ്റാർട്ട് ക്യാമറ. റെഡി, റോളിംഗ് സാർ. ആക്ഷൻ. സന്തോഷം, പേടി വേണ്ട, സന്തോഷം മതി. മെല്ലെ ചുംബിക്കൂ. ചുംബനം. എന്താ മാഷേ ഇത്?
നിങ്ങൾ ഈ അന്തരീക്ഷത്തിലല്ല ചുംബിക്കാൻ പറഞ്ഞേ. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. പറഞ്ഞേ ആദ്യമായതുകൊണ്ടേ ഇപ്പോ ഈ കുട്ടി നിങ്ങളുടെ ഭാര്യ ആവാൻ പോകുന്ന കുട്ടിയല്ലേ? അതെ. അപ്പോൾ ഒരു ചുംബനം കൊടുത്തൂടെ? അല്ല, ഇതെന്താ അറിയാമോ, ഇത് ആൾക്കാർ കണ്ടിട്ട് വേണം നിങ്ങളെ കല്യാണത്തിന് പങ്കെടുക്കാൻ. നിങ്ങൾ സന്തോഷത്തോടു കൂടി വേണം ഇത് ചെയ്യാൻ. എല്ലാരും കൂടി കണ്ടപ്പോ ഒരു പ്രളം വന്നിട്ട് ഒരു കാര്യം ഒന്ന് നിങ്ങൾ ടെൻഷൻ വേണ്ട. മോനെ മോനെ ക്യാമറ മോനെടാ ഒന്ന് ഇതൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഓക്കെ, നമ്മളിങ്ങനെ വരുന്നു. മുഖത്ത് സന്തോഷം ഫീൽ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ എപ്പോഴും സന്തോഷം വേണം. നമ്മൾ കുടുംബ ജീവിതത്തിലേക്ക് ആളുകൾ എങ്ങനെ വരുന്നു. മനസ്സിലായല്ലോ, ഇത്രേ ഉള്ളൂ സംഭവം കേട്ടോ. അത് തെറ്റാതെ ചെയ്യണം. നമുക്ക് ലൈറ്റ് പോകണ്ട. എനിക്ക് മനസ്സിലായിട്ടാ. എനിക്ക് മനസ്സിലാവും. അവനോട് ചോദിച്ചാൽ അവൻ മനസ്സിലാക്കി തരും. തെറ്റിക്കല്ലേ പെട്ടെന്നാണ്. ഓക്കെ 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 ഒന്നടാ. റോളിംഗ് സാർ. ആക്ഷൻ. അല്ല, സന്തോഷം സന്തോഷം. ഹാപ്പി 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 ചുംബിക്കൂ. അടിപൊളി സാർ. പൊളിച്ചു. നന്നായി. വെള്ളം കുടിച്ചോ. ടച്ച് ചെയ്തോ. ഓക്കെ, അടുത്ത സിറ്റുവേഷൻ്റെ അവരെ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്ക്. സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റൂല. പിന്നെ ടിവിന്റെ മുമ്പ് ആക്ഷൻ കട്ട് ഇത് പറയാനാണ് അച്ഛൻ പറഞ്ഞു. അച്ഛൻ എന്താ ചെയ്യണം? വാർക്കപ്പണി. നാളെ മുതൽ അച്ഛൻ്റെ കൂടെ അവിടെ പോയിരുന്നിട്ട് ആക്ഷനും കണ്ടും പറഞ്ഞാൽ മതി. ഈ സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കും. ഉണ്ണി എവിടെ DOP എവിടെ? DOP ഇവിടെ താനല്ലേ DOP? തനിക്ക് അതും അറിയില്ലേ? താൻ പറഞ്ഞല്ലോ എഴുതി കാണിക്കുമ്പോൾ തൻ്റെ പേര് DOP എന്ന് എഴുതി വെക്കണമെന്ന്. അതെ, അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യണത് ഇവിടുന്ന് ലോ ബേസിലാണ്. പുറകോട്ട് ചാർജ് ചെയ്ത് വേണ്ടേ, മെല്ലെ അങ്ങനെ ആ ഫ്രെയിം വന്നിട്ട് ഇത്ര സ്പീഡിൽ ചാർജ് ചെയ്യണത്തിനുള്ള മനുഷ്യൻ നിൽക്കല്ലേ ഇവിടെ. ഉള്ളി റെഡിയല്ലേ? ഓക്കെ അല്ലേ? എല്ലാം പഠിച്ചല്ലോ. അപ്പൊ എല്ലാം അത് പറഞ്ഞ പോലെ കാര്യങ്ങൾ ഒന്നും വിട്ടുപോരുത്. ഞാൻ പോട്ടല്ലേ? ഉണ്ണി ഇങ്ങോട്ട് നിൽക്കുണ്ണി, അവർ ചെയ്യട്ടെ. ഇയാള് കാണിക്കണം. അതൊന്ന് ക്യാമറ അതൊക്കെ. അപ്പൊ നിങ്ങൾ ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ ഓടി വരുന്നു. ഓടി വന്ന് അവിടെ എത്തുമ്പോഴേക്ക് ഇങ്ങനെ എടുക്കുന്നു. മെല്ലെ ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ആ ഡയലോഗൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തില്ലേ? കൊടുത്തു സാറേ. കിട്ടിയല്ലോ? അത് സംശയമൊന്നുമില്ലല്ലോ? റെഡിയല്ലേ? സാറേ കാലിന്ന് തുടങ്ങട്ടെ. ലോ വയസ്സ് കാലിന്ന് തുടങ്ങിയോ? കാലിന് കാണിച്ച് അത് വേണ്ട. താത്തേക്ക് ക്യാമറ. അല്ല, നിക്കേ കാല് ഒരു വൃത്തിയില്ല വേണത്. എടാ അതൊക്കെ ഗ്രേഡ് ചെയ്തോളാം. സ്റ്റാർട്ട് ക്യാമറ. റെഡി, റോളിംഗ്, ആക്ഷൻ. വളരെ സ്ലോ. സന്തോഷം ചിരി മുഖത്ത് നല്ല പ്ലസന്റ് ആയിട്ടാ പറഞ്ഞത്. എടുത്തോ. സോറി. ഉണ്ണി എന്റെ ക്ഷമയെ പരീക്ഷിക്കും. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അതെ, നിങ്ങൾ ചെയ്ത കറക്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ കറക്റ്റ് ആയിരുന്നു. സോറി കേട്ടോ, ഞങ്ങളുടെ ടെക്നിക്കൽ എററാണ്. ടൈപ്പ് ചെയ്ത് നിങ്ങളെ ഇത് റിസ്ക് ഉള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് റെഡിയാണോ മോനെ? ക്യാമറ റെഡിയല്ലേ? റെഡി. സ്റ്റാർട്ട് ക്യാമറ. റോൾ ചെയ്യട്ടെ ആദ്യം. പെട്ടെന്ന് ആവട്ടെ. ഞാൻ റോളിംഗ്. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. സ്പീഡ് കുറച്ച് സന്തോഷം വേണം മുഖത്ത്. സന്തോഷം മുഖത്ത്. നല്ല എക്സ്പ്രഷൻ വേണം. നല്ല ചിരി. ലോകനാർക്കാവിൽ അമ്മയാണ്. കളരി പരമ്പര ദൈവങ്ങളാണ്. ഏപ്രിൽ 18 ഞാൻ ഇവളെ കെട്ടിയിരിക്കും. ഞങ്ങ എല്ലാവരും ഉണ്ടാവും. നിങ്ങ എല്ലാവരും അന്നം ചോറും ബിരിയാണിയും ഉണ്ടാവും. എന്താ മോളെ ഇത് ഇങ്ങനെയല്ല പറയേണ്ടത്. നമ്മൾ ഇട്ടിരിക്കുന്ന വേഷത്തിനത് ബഹുമാനിക്കേ. ഇത് ഉണ്ണിയാർച്ചയാണ്, ചന്തുവാണ്, ചേകവ കുടുംബമാണ്. അപ്പൊ അതിന്റെ ഒരു വളുവലാണ് ശൈലി പറഞ്ഞേ. നിങ്ങളെല്ലാരും വരണം. നിങ്ങളെല്ലാരും വരണം കേട്ടോ. നിങ്ങളെല്ലാവരും വരണം കേട്ടോ. അടുത്ത പറഞ്ഞേ. ഞങ്ങ എല്ലാവരും അവിടെ ഉണ്ടാവും. ഞങ്ങള് എല്ലാവരും അവിടെ ഉണ്ടാവും കേട്ടോ. അതെ, ഇത് എളുപ്പത്തിനായിട്ട് ഇട്ടോ പറഞ്ഞോ. എല്ലാത്തിലും ഒരു ഇട്ടോ. നമ്മള് പറയണ ഭാഷയുടെ അവസാനം ഇട്ടോ പറഞ്ഞാൽ വള്ളുവനാടനായി. പിന്നെ വേറൊരു കാര്യമുണ്ട്.
ചിരി വേണം, ഇതിന്റെ ലാസ്റ്റിൽ ചിരി വേണം. ചിരി എങ്ങനെയാണ് ഒന്ന് തിരിച്ച് അതല്ല 2 ചിരി അത് കൂടി ഇട്ട് കഴിഞ്ഞാൽ പക്ക ഇടല്ലേ. അപ്പൊ ഈ പൊക്കനോട്ട് മതിയല്ലോ. ലൈറ്റ് പോണ്ടോ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. യോഗനാർക്കാവിൽ അമ്മേണ കളരി പരമ്പര ദൈവങ്ങളാണ്. ഏപ്രിൽ 18 ഞാൻ ഇവിടെ കെട്ടിയിരിക്കും. ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ട്ടോ. നിങ്ങൾ എല്ലാവരും വന്നട്ടോ. പ്യാരിജാതൻ ട്ടോ, ചിങ്ങിണിക്കുട്ടി ട്ടോ, ബിരിയാണിയും സദ്യ ഉണ്ടാവും ട്ടോ. നന്നായിട്ട് സത്യം പറഞ്ഞ ഇന്നത്തെ ദിവസം ഫുൾ ഷൂട്ട് ഈ ഒരു ഷോട്ടാണ് എനിക്ക് മനസ്സ് കേട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായ.